നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേവ് ഓപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മിസ്സ് പറഞ്ഞായിരുന്നു ഈ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർ പഠിക്കേണ്ട 7 ചാപ്റ്റേഴ്സ്. അതിനകത്ത് ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ്. ഇത് 4 ചാപ്റ്റേഴ്സും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററും 6-7 മാർക്ക് വരെയൊക്കെ വെയിറ്റേജ് ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചാപ്റ്ററാണ് റേ ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സിൽ 10, 11, 12 മാർക്ക് വരെയൊക്കെ വെയിറ്റേജ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് റേ ഓപ്റ്റിക്സിൽ നിന്നാണ്. ഒത്തിരി ഡെറിവേഷൻസ് ഉള്ളതും റേ ഓപ്റ്റിക്സിൽ നിന്നാണ്. അടുത്തത് വേവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു 6 മാർക്കൊക്കെ വെയിറ്റേജ് ഉള്ളുവെങ്കിലും അതിനകത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന് എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്ലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വേവ് തിയറി ഓഫ് ലൈറ്റും അതുപോലെ എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്രാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വേവ് തിയറി ഓഫ് ലൈറ്റും. ഇത് ഡെറിവേഷൻ ഭാഗത്തുനിന്ന് ഇത് രണ്ടും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളത് 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കോഹറൻറ്റ് സോഴ്സസ് എന്താണ്, ഇൻ്റർഫറൻസ് പാറ്റേൺ എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വേവ് ഓപ്റ്റിക്സിനകത്ത് നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 മുതൽ 2023 വരെയുള്ള, അതായത് കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 19, 20, 21, 22, 23 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഇതിനകത്ത് 2019 ചില ക്വസ്റ്റ്യൻസ് 20 അതുപോലെ തന്നെ ചില ടോപ്പിക്സ് ഒക്കെ ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മോഡൽ എക്സാമിൻ്റെയും എക്സാമിനേഷൻ്റെയും അതുപോലെ തന്നെ ബോർഡ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം നിങ്ങൾ ഇനിയിപ്പം വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ വേവ് ഓപ്റ്റിക്സ് നിന്ന് ഇപ്പം ഞാൻ ചെയ്യിപ്പിക്കുന്ന ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായി പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് നല്ല ബോർഡ് എക്സാമിലും നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി ചെയ്ത് തുടങ്ങാം. വേവ് ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ വേവ് ഓപ്റ്റിക്സിലെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് 2 വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ മിസ്സ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേവ് ഓപ്റ്റിക്സ് മൊത്തമായി പഠിക്കണം എന്നുള്ളവർക്ക് അതും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ശരിക്കും ആ ടോപ്പിക്ക് ഡിലീറ്റഡ് ആണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ടോപ്പിക്ക് ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താണ് ഡിഫ്രാക്ഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പം അത് എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, അല്ലാണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ 2019 ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഷേപ്പ് ഓഫ് ദ പോർഷൻ ഓഫ് ദ വേവ് ഫ്രണ്ട് ഓഫ് ലൈറ്റ് ഫ്രം എ ഡിസ്റ്റൻറ്റ് സ്റ്റാർ ഇൻ്റർസെപ്റ്റഡ് ബൈ ദ എർത്തേഴ്സ്. അതായത് വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഞാൻ ഓരോ ടോപ്പിക് എന്തൊക്കെയാണെന്നൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല. ഡീറ്റെയിൽഡ് ടോപ്പിക്സിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ വേവ് ഫ്രണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഒബ്ജക്റ്റ്, ഇൻഫിനിറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരു വേവിൻ്റെ വേവ് ഫ്രണ്ട് എപ്പോഴും എന്തായിരിക്കും? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് കിട്ടുന്നത് ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന വേവ് ഫ്രണ്ട് ആണ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാവുക. സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് കിട്ടുന്നത് എപ്പോഴും എന്താണ്? ഒരു ലീനിയർ സോഴ്സിൻ്റെതാണ് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള വേവ് ഫ്രണ്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ പറഞ്ഞു എന്താണ്? പ്രൂവ് സ്നെൽസ് ലോ ബേസ്ഡ് ഓൺ ഹൈഗൻസ് പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ചോദ്യപേപ്പർ മൊത്തവും ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷങ്ങളിലും പല പല എക്സാംസിലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. റിഫ്രാക്ഷനും അതെ, റിഫ്ലക്ഷനും അതെ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഉണ്ട്, അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി ഈ നോട്ട്സ്, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് ആൻസേഴ്സ് കിട്ടും. ഇനിയിപ്പോൾ അഥവാ ടെലഗ്രാമിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല എങ്കിൽ മിസ്സിൻ്റെ വാട്സപ്പിൽ ചോദിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. അതായത് സ്നെൽസ് ലോ നമ്മൾ പ്രൂവ് ചെയ്യണം. ഹൈഗൻ്റെ വേവ് തിയറി വെച്ചിട്ട്, അതായത് വേവ് ഫ്രണ്ടും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹൈഗൻ്റെ വേവ് തിയറി, ദാറ്റ് മീൻസ് സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാണ്. അതായത് സൈൻ ഐ ബൈ സൈൻ ആർ എന്നുള്ളത് പ്രൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാർച്ച് 2019, അതായത് ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് പോളറോയിഡ്സ്. പോളറൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആ ടോപ്പിക്കിൽ വരുന്നതാണ്. പോളറോയിഡ്സ് എന്താണ്, എന്തൊക്കെയാണ് യൂസസ് ഓഫ് പോളറോയിഡ്സ്, എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്?
സൺഗ്ലാസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, 3D പിക്ചേഴ്സ് വ്യൂ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ട്രെയിനിൻ്റെ എയറോപ്ലെയിൻ്റെ ഒക്കെ വിൻസ്ക്രീനിൽ യൂസ് ചെയ്യുന്നുണ്ട്, 3D ക്യാമറയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ 3D മോഷൻ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വ്യൂ ചെയ്യാനും എന്താണ് പോളറോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. കാൽക്കുലേറ്റേഴ്സിലും പോളറോയിഡ്സിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. അപ്പോൾ 1 മാർക്കിന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, പോളറൈസേഷനിൽ വരുന്നതായതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് 2019 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കൊഹറൻറ്റ് സോഴ്സസ് ആർ നെസസറി ഫോർ പ്രൊഡ്യൂസിങ് സസ്റ്റെയിൻഡ് ഇൻറ്റർഫറൻസ്, റൈറ്റ് ദ കണ്ടീഷൻ ഓഫ് കൊഹറൻസ്. അടുത്ത 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൊഹറൻറ്റ് സോഴ്സ് എന്താണ്, അല്ലെങ്കിൽ കൊഹറൻറ്റ് വേവ്സ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൊഹറൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത് 2 സോഴ്സസ് കൊഹറൻ്റ് ആകണമെങ്കിൽ ഈ 2 സോഴ്സിൽ നിന്നും വരുന്ന വേവ്സ് അതിൻ്റെ വേവ് ലെങ്ത്തും ആംപ്ലിറ്റ്യൂഡും സെയിം ആയിരിക്കണം. വേവ് ലെങ്ത്തും ആംപ്ലിറ്റ്യൂഡും സെയിം ആയിട്ടുള്ള 2 വേവ്സിനെയാണ് കൊഹറൻറ്റ് വേവ്സ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ ഒന്നുകിൽ സെയിം ആയിരിക്കണം. ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ പ്രൊപ്പഗേഷൻ 2 വേവ്സിൻ്റെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള 2 വേവ്സിനെയാണ് കൊഹറൻറ്റ് വേവ്സ് എന്ന് പറയുന്നത്. പക്ഷേ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള വേവ്സ് ഒരിക്കലും കൊഹറൻ്റ് ആവില്ല. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. ഒന്നുകിൽ വേവ് ലെങ്ത് മാറും, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മാറും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു വേവിനെ എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 വേവ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഒരു സോഴ്സ് എടുക്കുന്നു, ആ സോഴ്സിൻ്റെ മുന്നിൽ ഒരു കാർഡ്ബോർഡ് വെക്കുന്നു, ആ കാർഡ്ബോർഡിൽ 2 സ്ലിറ്റ് കൊടുക്കുന്നു. ഈ സോഴ്സിനെ ലൈറ്റ് നമ്മൾ ഇല്ലുമിനേറ്റ് ചെയ്യുക, അതായത് സോഴ്സ് കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ നിന്നുള്ള വെളിച്ചം അല്ലെങ്കിൽ ആ വേവ്സ് 2 സ്ലിറ്റിലൂടെ പാസ് ചെയ്തു പോകുന്നു. അപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് തന്നെ വരുന്ന 2 സെപ്പറേറ്റ് വേവ്സ് ആണ് അല്ലേ. അപ്പോൾ എന്തായാലും കൊഹറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കൊഹറൻറ്റ് വേവ്സിന് മാത്രമേ ഇൻ്റർഫറൻസ് പാറ്റേൺ കാണിക്കാൻ കഴിയുള്ളൂ. എന്താണ് ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്? നമ്മൾ ഒരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ ആ സ്ക്രീനിൽ സെൻറ്ററിൽ ഒരു ബ്രൈറ്റ് ബാൻഡ് കിട്ടും, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഡാർക്ക് ബാൻഡ്, വീണ്ടും ബ്രൈറ്റ് ബാൻഡ്, അങ്ങനെ കിട്ടുന്ന പാറ്റേണിനെയാണ് ഇൻ്റർഫറൻസ് വേവ്സ് എന്ന് പറയും, ഇൻ്റർഫറൻസ് ബാൻഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് എന്നും പറയും. ഓക്കെ, ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്. യെസ്. അടുത്തത് 2020 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ, for obtaining clear interference pattern, 2 sources must be coherent. Again the same question, what are the characteristics of coherent source? ഇനി നിങ്ങൾക്ക് അറിയാലോ, സെയിം വേവ് ലെങ്ത്, സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉള്ള 2 വേവ്സിനെയാണ് കൊഹറന്റ് എന്ന് പറയുന്നത്. മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, the slits are illuminated by blue light and the interference pattern is obtained on a white screen. അതായത് നമ്മൾ സ്ലിറ്റിനെ ഇല്ലുമിനേറ്റ് ചെയ്യുകയാണ്. ഇല്ലുമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഴ്സ് ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ വൈറ്റ് ലൈറ്റിന് പകരം ഒരു ബ്ലൂ ലൈറ്റാണ് ഉപയോഗിച്ചതെന്ന് വിചാരിക്കുക. അതായത് യെല്ലോ ലൈറ്റിന് പകരം ഒരു ബ്ലൂ ലൈറ്റാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ സ്ലിറ്റിന് വാട്ട് ഹാപ്പൻസ് ടു ദ വിഡ്ത്ത് ഓഫ് ദ പാറ്റേൺ ഇഫ് യെല്ലോ ലൈറ്റ് ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൂ ലൈറ്റ്? അപ്പോൾ ആദ്യം നമ്മൾ ബ്ലൂ ലൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ സോഴ്സ് ഇലുമിനേറ്റ് ചെയ്തു. ഓക്കെ, ബ്ലൂ ലൈറ്റാണ് ഉപയോഗിച്ചത്. പക്ഷേ ബ്ലൂ ലൈറ്റിന് പകരം യെല്ലോ ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ഇഫ് യെല്ലോ ലൈറ്റ് ഇസ് യൂസ്ഡ് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസസ്. ഇത് എ പാർട്ടിൻ്റെ ആൻസർ ആണ്. ഇഫ് യെല്ലോ ലൈറ്റ് ഇസ് യൂസ്ഡ് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസസ്. എന്തുകൊണ്ടാണ് നോക്കൂ, ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡാർക്ക് ബാൻഡ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? ഒരു ബ്രൈറ്റ് ബാൻഡ് ആണ്, വീണ്ടും ഒരു ഡാർക്ക് ബാൻഡ് വരികയാണ്. ഈ 2 ഡാർക്ക് ബാൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ വരുന്നത് d(λ/d) ആണ്. എന്താണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്? ഇവിടെ 2 സ്ലിറ്റ് ഉണ്ടെങ്കിൽ, ഇവിടെ സ്ക്രീൻ ആണെങ്കിൽ ഈ സ്ലിറ്റുകളും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ D. 2 സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ d. വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അതായത് ആ സ്ലിറ്റിനെ ഇലുമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ബ്ലൂ ലൈറ്റിന് പകരം യെല്ലോ ലൈറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ബ്ലൂ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെക്കാട്ടിലും കൂടുതലാണ് യെല്ലോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അല്ലേ. അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോൾ ഇതാണ് കൂടിയത്. വേവ് ലെങ്ത് കൂടുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടും അല്ലേ. അപ്പോൾ യെല്ലോ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടി. അപ്പോൾ അതാണ് സംഭവം. ഇനിയിപ്പോൾ ഈ ചോദിക്കുകയാണ് ബ്ലൂ ലൈറ്റിന് പകരം നിങ്ങൾ വയലറ്റ് ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാൻഡ് വിഡ്ത്തിന് എന്ത് സംഭവിക്കും? ബാൻഡ് വിഡ്ത്ത് കുറയുകയാണ് ചെയ്യുക.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. In a double slit experiment, the slits are separated by 0.03 centimeters. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന പാടെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എഴുതുക. സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ തന്നിട്ടുണ്ട് 0.03 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് 0.03 ഇൻറ്റു 10⁻² മീറ്റേഴ്സ് എന്ന് കൺവേർട്ട് ചെയ്യണം. സ്ക്രീൻ പ്ലേസ് ചെയ്തിരിക്കുന്ന 1.5 മീറ്റേഴ്സ് ദൂരെയാണ്, അതായത് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 1.5 മീറ്റേഴ്സ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഫ്രിഞ്ച് ആൻഡ് ദ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചസ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ XN അതായത് X4 സെൻട്രൽ ബാൻഡിൽ നിന്നും ഫോർത്ത് ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 1 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 × 10⁻² മീറ്റേഴ്സ് തന്നിരിക്കുന്നു. ലാംഡ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇൻഡഫറൻസിൻ്റെ ഇടയിൽ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ്? ഇതാണ് ഇക്വേഷൻ. xn is equal to dn lambda by d. ഇതാണ് ഇക്വേഷൻ. xn is equal to dn lambda by d ആണ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? എക്സ് ഡി ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഡി. എക്സ് സഫിക്സ് എൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ 1 × 10⁻² തന്നിട്ടുണ്ട്. സ്മോൾ ഡിയുടെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 0.03 × 10⁻² തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എൻ എത്രാമത്തെ ബാൻഡാണ്? 4ാമത്തെ ബാൻഡ്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 4 ആണ്. ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.5. അപ്പോൾ നമുക്ക് ലാംഡ കണ്ടുപിടിച്ചൂടെ? എന്താണ് ആൻസർ? 0.5 × 10⁻6 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. എന്താണ്? നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഒന്ന് ബീറ്റയുടെ ഇക്വേഷൻ. ബീറ്റയുടെ ഇക്വേഷൻ എന്താ വരുന്നത്? ബീറ്റ ഇസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ആൻഡ് ദ സ്ക്രീൻ. സ്മോൾ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ്. സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി കേട്ടോ. പിന്നെ പഠിച്ചു വെക്കേണ്ടത് XN എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാൻഡിൽ നിന്നും nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്. XN ഇസ് ഈക്വൽ ടു DN ലാംഡ ബൈ ഡി ആണ്. ഓക്കെ, ഈ 2 ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് 2020 സേ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ. The redistribution of energy due to the superposition of 2 or more light waves is called interference. What are the essential conditions for observing interference of light? എന്തൊക്കെയായിരിക്കണം? 2 സോഴ്സുകൾ തമ്മിൽ കൊഹറൻ്റ് ആയിരിക്കണം. രണ്ടാമത്തത് നമ്മൾ സ്ലിറ്റും സ്ക്രീനിൻ്റെ കേസൊക്കെ പറഞ്ഞല്ലേ, ഈ സ്ലിറ്റ്സ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിരിക്കണം. വളരെ നാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷാർപ്പായിട്ടുള്ളൊരു ബ്ലേഡിൻ്റെ തിക്നെസ്സേ സ്ലിറ്റിന് ഉണ്ടാവാൻ പാടുള്ളൂ. സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും കുറവായിരിക്കണം. പിന്നെ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസും വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ the 2 sources should be very close to each other. അതായത് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെറുതായിരിക്കണം. The screen in which the interference pattern is obtained should be at comparatively large distance from the source. അതായത് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതൽ, അതായത് ക്യാപിറ്റൽ ഡി വളരെ കൂടുതലായിരിക്കണം, സ്മോൾ ഡി ചെറുതായിരിക്കണം. അതാണ് പറയുന്നത്. പിന്നെ 2 സോഴ്സസും കൊഹറൻ്റ് ആയിരിക്കണം. ഓക്കെ, next, if the distance between P1 and P2 is 1 millimeter and the screen is placed 1 meter away, what is the fringe separation for a light of wavelength 5 × 10⁻7 meters? ഇവിടെ എന്താണ് P1 P2 എന്ന് പറയുന്നത്? നമുക്ക് മനസ്സിലാക്കാം 2 സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഡി എന്താണ് തന്നിരിക്കുന്നത്? 1 millimeter തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് മീറ്റേഴ്സിലേക്ക് ആക്കുമ്പോൾ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 1 × 10⁻³ മീറ്റേഴ്സ് ആണ്. സ്ക്രീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 1 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഫ്രിഞ്ച് സെപ്പറേഷൻ എന്താണ്? അതായത് ലാംഡ എന്താണെന്നാണ് പറയേണ്ടത്? 5 × 10⁻7 മീറ്റേഴ്സ്. ഫ്രിഞ്ച് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബീറ്റ കണ്ടുപിടിക്കേണ്ടത്. ഡി ലാംഡ ബൈ സ്മോൾ ഡി ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് 1 × ലാംഡ തന്നിട്ടുണ്ട് 5 × 10⁻7 ഡിവൈഡഡ് ബൈ 1 × 10⁻3. അപ്പോൾ ഇവിടെ 10⁻3 മേലേക്ക് കൊണ്ടുപോകുമ്പോൾ 10⁻3 ആകും. അപ്പോൾ 5 × 10⁻7 × 10⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 10⁻4 ബീറ്റ അല്ലേ, മീറ്റേഴ്സ്. 5 × 10⁻4 മീറ്റേഴ്സ് ആണ് ആൻസർ. അതായത് 0.5 millimeters ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാർച്ച് 2021 ചോദ്യമാണ്. നെയിം ദ പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് ദാറ്റ് പ്രൂവ്സ് ഇറ്റ്സ് ട്രാൻസ്വേഴ്സ് നേച്ചർ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പോളറൈസേഷൻ കാരണമാണ് ലൈറ്റിൻ്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. പോളറൈസേഷൻ. നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്ലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വേവ് തിയറി ഓഫ് ലൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണെന്നുള്ളത് മിസ് വീണ്ടും പറയുകയാണ്. വേവ് ഓപ്റ്റിക്സിൻ്റെ വീഡിയോ ചെയ്തതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, ചെക്ക് ചെയ്യുക. അതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ കേട്ടോ. വേവ് ഫ്രണ്ടും റിഫ്ലക്ഷനും ഒക്കെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്
വേവ് തിയറി ഡിറൈവ് ചെയ്യാൻ. കണ്ടോ? അപ്പോൾ ഒരേ വർഷം തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2021 തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും. അടുത്തത് മോഡൽ 2022. The redistribution of energy due to the superposition of two or more light waves is called. രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഈ വേവ്സിന്റെ എനർജി റീഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത് എന്താണ്? ആ ഫിനോമിന്റെ പേര് ഇന്റർഫെറൻസ്. കേട്ടോ? ഇന്റർഫെറൻസ്. അപ്പോൾ വേവ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന 5 ഫിനോമിനാണ്. ഒന്ന് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. ഇതിനകത്ത് ആദ്യത്തെ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോളറൈസേഷനിൽ ഒരു ലോ പഠിക്കാനുണ്ട്, ലോ ഓഫ് മാലസ് എന്ന് പറഞ്ഞിട്ട്. ഡിഫ്രാക്ഷനിൽ എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇൻ്റർഫറൻസിലാണ് നമുക്ക് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ള ഇക്വേഷൻസ്. ഇപ്പോൾ പഠിച്ചില്ലേ നമ്മൾ, ബീറ്റയൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ ഇൻ്റർഫറൻസിലാണ്. നെക്സ്റ്റ്, ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ്. സ്കാറ്ററിങ് കാരണമാണ് ബ്ലൂ കളർ. പക്ഷെ നമുക്ക് ആ സ്കാറ്ററിങ് ഡിലീറ്റഡ് ടോപ്പിക്കിലാണ്, പക്ഷെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. Again, what are coherent sources? അറിയാലോ, മിസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. യെസ്. Then, according to Huygens principle, each point of the wavefront is a source of secondary wavelets. Using Huygens principle, prove the law of refraction. പഠിക്കുക. Next, light can bend around the corners of an obstacle in its path and can deviate from its path if the size of the obstacle is very small. What is this phenomenon called? അപ്പം നമ്മളിപ്പം പറഞ്ഞു ഡിഫ്രാക്ഷനെ പറ്റിയിട്ട്. എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ പാത്തിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ലൈറ്റ് അവിടെ ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്തിട്ട് ഈ ഇൻ്റർഫറൻസ് ബാൻഡ്സ് പോലെ തന്നെ ഒരു സ്ക്രീൻ നമ്മളവിടെ വെക്കുകയാണെങ്കിൽ സ്ക്രീനിൽ ഡിഫ്രാക്ഷൻ ബാൻഡ്സ് കിട്ടും. പക്ഷേ ഇൻ്റർഫറൻസ് ബാൻഡ്സിലെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഡാർക്ക് ബാൻഡ്സിന് ഒരേ ഇൻറ്റൻസിറ്റി ആയിരിക്കും, എല്ലാ ബ്രൈറ്റ് ബാൻഡ്സിനും ഒരേ ഇൻറ്റൻസിറ്റി ആയിരിക്കും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഡിഫ്രാക്ഷൻ ബാൻഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ കിട്ടുന്ന ബാൻഡ് ബ്രൈറ്റ് ആയിരിക്കും, പക്ഷേ അടുത്തടുത്ത ബാൻഡുകളുടെ ബ്രൈറ്റ്നസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഡിഫ്രാക്ഷൻ ബാൻഡ്സിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ ഫിനോമിനൻ എന്താണ്? ഡിഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്കൊന്ന് എന്താണ് ഡിഫ്രാക്ഷൻ എന്നൊന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. മാർച്ച് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് മാലസ് ലോ. എന്താണ് ലോ ഓഫ് മാലസ്, എന്താണ് പോളറൈസേഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. എന്നാലും പറയുകയാണ്, എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ആക്കി മാറ്റുന്ന ഫിനോമിനാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പല ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യുന്നതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇങ്ങനെ കുത്തുകൾ ഇതുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ലൈറ്റ് ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിലൂടെ കടത്തി വിടുമ്പോൾ, ഈ ക്രിസ്റ്റലിൻ്റെ പേരെന്താണ്? ടൂർമലൈൻ ക്രിസ്റ്റൽ എന്ന് പറയും. ടൂർമലൈൻ ക്രിസ്റ്റലിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് വൈബ്രേഷൻ മാത്രം ഇപ്പുറത്തേക്ക് കടന്നു പോകും. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? ഈ വൈബ്രേഷൻസ് മാത്രമേ കിട്ടുകയുള്ളൂ. ഈ ഡോട്ട്സ് അവിടെ നിന്ന് കട്ടായിപ്പോയി. ഡോട്ട്സ് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഇങ്ങനെ വരുന്ന വൈബ്രേഷൻ അങ്ങ് കട്ടായി പോകും. ഇങ്ങനെ പോകുന്ന വൈബ്രേഷൻ മാത്രമേ കടന്നു പോവുള്ളൂ. ഓക്കെ. ഇത് എന്ത് ചെയ്യും? ഇത് ഇതിനെ പറയുക പോളറൈസർ എന്ന് പറയും. കാരണം അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താക്കി മാറ്റി? പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റി. ഈ ഫിനോമിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മറ്റൊരു ടൂർമലൈൻ ക്രിസ്റ്റലും കൂടെ വെക്കുകയാണ്. ഈ ടൂർമലൈൻ ക്രിസ്റ്റലിൻ്റെ പേരെന്താണ്? അനലൈസർ എന്ന് പറയും. അനലൈസർ. എന്താണ് ഈ അനലൈസറിൻ്റെ പ്രത്യേകത? ഈ വന്നിരിക്കുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അനലൈസർ. ഓക്കെ. ഈ അനലൈസറിൽ ഈ പോളറൈസറിൻ്റെ അതേപോലെയാണ് വെക്കുന്നതെങ്കിൽ ഇതുവഴി വരുന്ന ലൈറ്റ് അങ്ങനെ തന്നെ അപ്പുറത്തേക്ക് കടന്നു പോകും. പക്ഷേ ഈ അനലൈസർ ഒന്ന് നമ്മൾ ആംഗിൾ തിരിച്ചു വെച്ചു എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? ഇങ്ങനെ വരുന്ന ലൈറ്റ് ഇവിടെ നിന്ന് കട്ടാവും, നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ലൈറ്റ് ഒന്നും കിട്ടത്തില്ല അല്ലേ? അപ്പം ഈ ആംഗിൾ ബിറ്റ്വീൻ ദ പോളറൈസറിനും അനലൈസറിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിനെ നമ്മൾ എമർജന്റ് ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഈ ഇൻറ്റൻസിറ്റി ഓഫ് ദ എമർജന്റ് ലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കണം. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ പോളറൈസർ ആൻഡ് ദ അനലൈസർ ആണ്. അപ്പോൾ ഐ പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ ഓർ ഐ ഈസ് ഈക്വൽ ടു I0 കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കണം. ഇതാണ് ലോ ഓഫ് മാലസ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് എഗെയിൻ റിഫ്രാക്ഷൻ ആണ്. നിങ്ങൾ പഠിച്ചോണേ, എന്തായാലും പഠിച്ചോണേ. ഇപ്പം മോഡലിന് ചോദിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബോർഡിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. In Young's double slit experiment, the distance between the slits is halved and the distance between the screen and slits is double. What happened to the bandwidth produced? എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ബാൻഡ് വിഡ്ത്തിൻ്റെ ബീറ്റ ഇസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ സ്മോൾ ഡി ആണ്. ക്യാപിറ്റൽ ഡി ആണ് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്മോൾ ഡി ആണ് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്.
സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പകുതിയാക്കി, സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ആക്കി. അപ്പോൾ ഡി ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 2D ആക്കി, ലാംഡ ബൈ സ്മോൾ ഡി എന്ന് പറയുന്നത് പകുതിയാക്കി. അപ്പോൾ ഡി ബൈ 2 ആക്കി. ഈ 2 മേലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഡിനോമിനേറ്ററിലല്ലേ 2 കിടക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 2d ലാംഡ ബൈ ഡി എന്ന് കിട്ടും. 2 ഇൻറ്റു 2 ഇസ് 4, 4d ലാംഡ ബൈ ഡി. അതായത് എന്ത് സംഭവിച്ചു, പുതിയ ബാൻഡ് വിഡ്ത്ത് 4 ടൈംസ് കൂടി അല്ലേ. 4 ഇൻറ്റു ഡി ലാംഡ ബൈ ഡി എന്നല്ലേ കിട്ടിയത്. അപ്പോൾ 4 ടൈംസ് അവിടെ കൂടി. അതാണ് സംഭവം. ഓക്കെ, നെക്സ്റ്റ് 18ാമത്തെ ചോദ്യം. ക്രിസ്ത്യൻ ഹൈഗൻസ് പുട്ട് ഫോർവേഡ് ദ വേവ് തിയറി ഓഫ് ലൈറ്റ്. ഇറ്റ് കുഡ് സാറ്റിസ്ഫാക്ടറിലി എക്സ്പ്ലെയിൻ ദ ഫിനോമിന ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഡ്രോ ദ വേവ് ഫ്രണ്ട് അസോസിയേറ്റഡ് വിത്ത് എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. ഇതാണ് ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. എപ്പോഴും സോഴ്സിൽ നിന്നും വൈബ്രേഷൻസ് ഇങ്ങനെ ഉണ്ടാകും അല്ലേ. എന്താണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്? ഒരു പോയിന്റ്, ഈ പോയിന്റ്സിലെല്ലാം പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റിലെല്ലാം വേവ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരേ വെലോസിറ്റിയിലായിരിക്കും. ഓക്കെ, ആൻഡ് ദേ ആർ ഇക്യു ഡിസ്റ്റൻറ്റ് ഫ്രം ദ സോഴ്സ്. അങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഹൈഗൻ പറഞ്ഞു ഈ പ്രൈമറി വേവ് ഫ്രണ്ട്, ഇതിനെ നമ്മൾ എന്താ പറയുക? പ്രൈമറി വേവ് ഫ്രണ്ട്. ഫസ്റ്റ് കിട്ടിയ വേവ് ഫ്രണ്ടിനെ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിൻ്റെ ഓരോ പോയിന്റും ഓരോ പോയിന്റ് സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് വീണ്ടും അടുത്ത വേവ് ഫ്രണ്ട് വരയ്ക്കാം. ദാറ്റ് ഈസ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഇതാണ് ഹൈഗൻ്റെ വേവ് തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ദ സെയിം ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ റിഫ്ലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഹൈഗൻസ് വേവ് തിയറി. ഉണ്ടോ? ഓക്കെ, ദെൻ സ്കെച്ച് ദ വേവ് ഫ്രണ്ട് കറസ്പോണ്ടിങ് ടു ലൈറ്റ് ഫ്രം ഫോളോയിങ് സോഴ്സസ്. ഒന്ന് ഒരു പോയിന്റ് സോഴ്സ്, ഒരു പോയിന്റ് സോഴ്സിൽ നിന്നുള്ള ഇങ്ങനെയാണ് വരിക അല്ലേ. ഇങ്ങനെ വരും, വൈബ്രേഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഫ്രണ്ടിലേക്കുള്ളത് മാത്രം വരച്ചാൽ മതി, ഫുൾ സ്ഫെറിക്കൽ വരയ്ക്കണമെന്നില്ല. അടുത്തത് ഒരു ഡിസ്റ്റൻസ് സോഴ്സിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ് വരുന്നത്? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇതുണ്ടോ, ഈ ഇങ്ങനെ ആരോ കാണിച്ചിരിക്കുന്നത് വേവ്സ് ആണ്. നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് റേ ആയിട്ട് കാണിക്കുമെങ്കിലും ശരിക്കും അത് എന്ത് തന്നെയാണ്? വേവ് ആണ്. എന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും വേവ് ഫ്രണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട് കേട്ടോ. ഇതാണ് വേവ് ഫ്രണ്ട്. ഡിസ്റ്റൻസ് സോഴ്സിൽ നിന്നും വരുന്ന വേവിൻ്റെ വേവ് ഫ്രണ്ട് എപ്പോഴും ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. സ്റ്റേറ്റ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. എന്താണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ? നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ്? ഒരു പ്രൈമറി വേവ് ഫ്രണ്ടിൻ്റെ ഓരോ പോയിന്റും ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യും. അതിൽ നിന്നും സെക്കൻഡറി വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡറി വേവ് ഫ്രണ്ട് കിട്ടും അല്ലേ. എവറി പോയിന്റ് ഓഫ് എ വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സെക്കൻഡറി സോഴ്സ് എമിറ്റിംഗ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. The secondary wavelets will have same frequency and propagate at the same speed as that of the primary wavefront. Primary wavefrontന്റെ അതേ ഫ്രീക്വൻസിയും അതേ പ്രൊപ്പഗേഷനും ഒക്കെ ആയിരിക്കും, സ്പീഡും ഒക്കെ ആയിരിക്കും എന്ത് സെക്കൻഡറി വേവ് ഫ്രണ്ടിനും ഉണ്ടാവുക. നെക്സ്റ്റ്, യൂസിങ് ഹൈഗൻസ് വേവ് തിയറി വെരിഫൈ ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. എഗെയിൻ ദ സെയിം തിങ് അല്ലേ. യെസ്, വീണ്ടും കണ്ടോ, മിസ് പറഞ്ഞില്ല എത്ര പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. ലാസ്റ്റ് ഇപ്പം കഴിഞ്ഞ +2 എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. When the speed of the light is independent of direction, the secondary waves are spherical. Speed of light direction ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ആ വന്ന സെക്കൻഡറി വേവ്സ് എന്തായിരിക്കും? സ്ഫെറിക്കൽ വേവ്സ് ആയിരിക്കും. സ്റ്റേറ്റ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു. എക്സ്പ്ലെയിൻ ദ റിഫ്രാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഹൈഗൻസ് വേവ് തിയറി. അപ്പോൾ വീണ്ടും കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഇപ്പോൾ +2 പാസ് ഔട്ട് ആയ കുട്ടികൾക്ക് ചോദിച്ചതാണ് വീണ്ടും റിഫ്രാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വേവ് തിയറി ഓഫ് ലൈറ്റ്. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പോൾ കണ്ടോ, നമുക്കിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ ഇനിയിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ തിയറി ഫുള്ള് പഠിച്ചു തീർക്കാനൊന്നും സമയം കിട്ടിയില്ല. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മിസ് ചെയ്തത് ലാസ്റ്റ് 5 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ആ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന ബോർഡ് എക്സാമിൻ്റെ മാത്രമല്ല, മോഡലും ഉണ്ട്, സേ എക്സാമിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നന്നായി പഠിക്കുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി അത് നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ പരീക്ഷ കൂളായിട്ട് പോയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നാളെ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇങ്ങനെ ചാപ്റ്റർ വൈസ് നോക്കുന്നതല്ലേ നല്ലത്. എല്ലാം കൂടെ ഒരുമിച്ച് നോക്കുന്നതിനേക്കാളും ചാപ്റ്റർ വൈസ് നോക്കുന്നതാണ് നല്ലത്. അപ്പം മിസ് പറഞ്ഞ ആ 7 ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇപ്പം നാളത്തേക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം സമയം വളരെ കുറവാണ്. മിസ് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ബോർഡ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ടൈമാണ്. 10th CBSEക്കും അതുപോലെ +2 CBSEക്കും ഒക്കെ മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെയാണ് എല്ലാവർക്കും പരീക്ഷ വരുന്നത്. അപ്പം അങ്ങനെ കുറച്ചൊരു ടൈറ്റ് ഷെഡ്യൂളിലായി പോയത് കൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് മിസ്സ്. നിങ്ങൾ ഏത് സമയത്താണെങ്കിലും നിങ്ങൾ വാട്സപ്പിലൊക്കെ ഡൗട്ട് ചോദിക്കുന്നതിനൊക്കെ മിസ്സ് റിപ്ലൈ തരുന്നുണ്ട്, നോട്ട്സ് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല.
ഡൗട്ട്സൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. വീഡിയോസ് ചിലപ്പം കുറച്ചൊക്കെ 1-2 കുറച്ചൊന്ന് വൈകിപ്പോയാലും നിങ്ങൾ എക്സ്ക്യൂസ് തരും എന്നറിയാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നാളെ ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, അതായത് 7 ചാപ്റ്റേഴ്സിൻ്റെ, ഇപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞല്ലോ, ഇനി ബാക്കിയുള്ള 6 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ മാക്സിമം നാളെ തന്നെ ഷെയർ ചെയ്യാം. റേ ഓപ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നാളെ ആദ്യം തന്നെ റേ ഓപ്റ്റിക്സിൻ്റെ വീഡിയോ അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് പഠിച്ചു തീർക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചങ്ങ് തീർത്തേക്കുക. അപ്പോൾ വേവ് ഓപ്റ്റിക്സ് നിങ്ങൾക്ക് അങ്ങ് ഉറപ്പിക്കാം. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചപ്പോൾ തന്നെ വേവ് ഓപ്റ്റിക്സിൻ്റെ എല്ലാ ടോപ്പിക്സും അതിനകത്ത് വന്നു കഴിഞ്ഞു. ഓക്കെ, ശരി, അപ്പോൾ നാളെ കാണാം. ബൈ.